റൂളിംഗ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കോൾ അറ്റൻഷൻ സബ്മിഷൻ എന്നിവ അവതരിപ്പിക്കാൻ കീഴ്വഴക്കങ്ങളുടെ പേരിൽ അവസരം ലഭിക്കുന്നില്ല എന്നും ആയത് അനുവദിക്കണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ സഭയിൽ ഇന്നലെ ബജറ്റ് ചർച്ചയിൽ ആരംഭിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അഭ്യർത്ഥന നടത്തിയിരുന്നു. സഭാ നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും പ്രസ്തുത അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത്. ചെയർ ഇത് സംബന്ധിച്ച് 1957 മുതലുള്ള കാര്യം പരിശോധിച്ചു. 1957 മുതൽ 91 വരെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർമാരിൽ 1957-59 ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന KO ഐഷാബായിയും 1986-87 ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും ഒഴികെയുള്ള താഴെ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ എന്നിവ അവതരിപ്പിക്കുന്നതിന് അവസരം ലഭിച്ചിരുന്നു. 1. നഫീസബത്ത് ബീവി 1960 മുതൽ 64 വരെ 3 ശ്രദ്ധ ക്ഷണിക്കൽ. മുഹമ്മദ് ജാഫർ ഖാൻ 1967 മുതൽ 70 വരെ ശ്രദ്ധ ക്ഷണിക്കൽ 1. ശ്രീ RS ഉണ്ണി 1970 മുതൽ 77 വരെ ശ്രദ്ധ ക്ഷണിക്കൽ 5, ചട്ടം 58 പ്രകാരമുള്ള നോട്ടീസ് 1. ശ്രീ PK ഗോപാലകൃഷ്ണൻ 1977 മുതൽ 79 വരെ ശ്രദ്ധ ക്ഷണിക്കൽ 1. ശ്രീ MJ സക്കറിയ 1980 മുതൽ 82 വരെ ശ്രദ്ധ ക്ഷണിക്കൽ 1. KM ഹംസക്കുഞ്ഞ് 1982 മുതൽ 86 വരെ ശ്രദ്ധ ക്ഷണിക്കൽ 2, സബ്മിഷൻ 3. ശ്രീമതി ഭാർഗവി തങ്കപ്പൻ 1987 മുതൽ 91 വരെ 1 സബ്മിഷൻ. 1991 മുതലുള്ള ഡെപ്യൂട്ടി സ്പീക്കർമാർ ആരും ഈ അവകാശം വിനിയോഗിച്ചില്ല. ഡെപ്യൂട്ടി സ്പീക്കർമാരുടെ ശമ്പളവും അലവൻസും മന്ത്രിമാരുടെ ശമ്പളത്തിന് തുല്യമാക്കിയതിന് ശേഷം ആണ് ഈ അവകാശം വിനിയോഗിക്കാതെ വന്നത്. ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് നിലവിൽ ഈ അവകാശം വിനിയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 1991 മുതൽ തുടർന്നു വരുന്ന കൺവെൻഷൻ മാറ്റി ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ എന്നിവ അവതരിപ്പിക്കുന്നതിന് അനുവാദം നൽകാൻ ചെയർ തീരുമാനിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് അപ്രകാരമുള്ള നോട്ടീസ് നൽകുന്ന പക്ഷം അതിന് മുൻഗണന നൽകുന്നതുമായിരിക്കും.